പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നാം എപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാം ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ കൽപ്പനകൾ പാലിക്കുവാൻ നാം ശ്രദ്ധിക്കാറില്ല. കാരണം ആ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ പല ഇഷ്ടങ്ങളെയും ഉപേക്ഷിക്കേണ്ടതായി വരും. അങ്ങനെ ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നാം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നാം അപേക്ഷിച്ചുകൊണ്ട് തൃപ്തി അടയുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നാം കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പിതാവിൻ്റെ ഇഷ്ടം നാം എങ്ങനെയാണ് അറിയുന്നത്? ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് പിതാവിൻ്റെ ഇഷ്ടം നാം അറിയുന്നത്. വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയും വിവേകത്തോടെ നിരാശപ്പെടാതെ ജീവിക്കുകയും ചെയ്യും. എന്നാൽ വചനം പാലിക്കാതെ ജീവിക്കുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത വിവേകശൂന്യനായ മനുഷ്യന് തുല്യനാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ രോഗമോ വേദനകളോ ഉണ്ടാകുമ്പോൾ അവൻ നിരാശനാകുകയും അവൻ്റെ ജീവിതം പ്രത്യാശയില്ലാതെ നശിക്കുകയുമാണ് ചെയ്യുന്നത്. ഫിലിപ്പി 1:29 തിരുവചനം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധി ഘട്ടങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം ഉണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം നമ്മെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുമ്പോഴാണ് അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് തെറ്റുകൾ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. നാം പരാതിപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇതിങ്ങനെ അനുവദിക്കുന്നു എന്ന് നാം പരാതിപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നമുക്ക് തെറ്റുകൾ പറ്റാതിരിക്കണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ നാം അറിയണം, ദൈവത്തിൻ്റെ ശക്തിയും നാം അറിയണം. 2 തിമോത്തി 3:16 ഓരോ വചനവും നമുക്ക് നൽകിയിരിക്കുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും വേണ്ടിയാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും എല്ലാം പരിഹരിച്ച് നാം ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നമ്മിൽ പലപ്പോഴും വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിലും ദൈവവചനത്തിലും ആഴത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. തന്നെയുമല്ല, നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് കഴിയും.
വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരാകണം എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.